ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരുടെ വീട്ടിലും കറണ്ടൊക്കെ ഉണ്ടോ? നമുക്ക് ഇന്നലെ ഒന്നും കറണ്ട് ഇല്ലായിരുന്നു. അപ്പം ഇന്നിപ്പോൾ കറണ്ടുണ്ട്. അപ്പം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലേ നമുക്ക് ഉച്ചക്കത്തേക്കൊക്കെ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നതാണ് കണ്ടത്തിൽ നിന്ന് പിടിച്ച വരാലും മുളകിട്ടിട്ടുള്ള കറി. അപ്പം അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അമ്മയാണ് വെക്കുന്നത്. കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അമ്മ പറയും. ചട്ടി വെച്ചതൊന്ന് ചൂടായി, ഇനി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് ചൂടാകാതെ പൊട്ടിക്കാൻ പറ്റത്തില്ല. കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത്രയും വെളിച്ചെണ്ണ മതി, വെളിച്ചെണ്ണയുടെ വിലയല്ലേ. അതെ, വെളിച്ചെണ്ണയുടെ വില ഇച്ചിരി മീനല്ലേ ഉള്ളൂ, രണ്ട് ചെറിയ മീനല്ലേ ഉള്ളായിരുന്നു, അതിനത് മതി. അതിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, അതിലോട്ട് കടുക് ഇട്ടു. പിന്നെ ഉലുവ, ഇതുണ്ടോ ഉലുവ പൊടിക്ക് എല്ലാം ഒരു കൈയളവാണ് അമ്മയ്ക്ക് കേട്ടോ. നമുക്ക് അങ്ങനെ ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒന്നും പറയാൻ അറിയത്തില്ല. അതെല്ലാം എനിക്കറിയാം, ആ കൈയളവിൽ അതൊക്കെ ആയിക്കോളും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും എത്ര അല്ലി വെളുത്തുള്ളി, എത്ര ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തു, ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ പച്ചമുളക്, ഇത് ഉണ്ട പച്ചമുളകാണ്, ഇതിന് നല്ല എരിവാണ്. ഇത് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. മീൻകറി ഇച്ചിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചൊടിയാവും. രാത്രി വരാലിനൊക്കെ ഇച്ചിരി എരിവ് വേണം മക്കളെ, അല്ലെങ്കിൽ ഭയങ്കര എന്തോ പോലെ തോന്നും. പിന്നെ ഇവിടെയാണെങ്കിൽ കറണ്ടൊക്കെ ഇന്നലെ പോയിട്ട് ഇന്ന് വന്നു, ഇന്ന് പിന്നെയും കറണ്ട് പോയി. ഇവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ മഴ, ഇന്നലത്തെ കാറ്റിന് ഇവിടെയൊക്കെ എന്തോരം മരങ്ങളൊക്കെ വീണ് എല്ലായിടത്തും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ ഉണ്ടെന്നല്ല, എല്ലായിടത്തും ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളമൊക്കെ പൊങ്ങാറുണ്ടോ? ഞങ്ങളിവിടെ മറ്റത്തിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇനി വരെ കയറത്തില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നു. എല്ലാവരും സൂക്ഷിക്കുകയൊക്കെ ചെയ്യണം. വണ്ടിയിലൊക്കെ പോകുമ്പോഴും ഒക്കെ ആണെങ്കിലും എല്ലാം നോക്കുകയൊക്കെ ചെയ്തേ പോകാവുള്ളൂ എല്ലാവരും. നമ്മൾക്ക് എല്ലാം ദൈവത്തിൻ്റെ ആയിരിക്കുന്നതാണോ പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ മറ്റേ കൊടംപുളി, നമ്മുടെ തന്നെ കൊടംപുളി കേട്ടോ. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു കൊടംപുളി. ആ കൊടംപുളിയാണിത്. ഇത്ര 4 പീസ് ഇടാം, കൊച്ചു പീസായിട്ട് 4 പീസ് ഇടാം. ഇതൊന്നും പച്ചപ്പ് മണമൊക്കെ ഇതിൻ്റെയൊക്കെ ഒന്ന് മാറി. ഇനി ഇതിലോട്ട് നമുക്ക് കൊടംപുളിയും കൂടി ഇട്ടങ്ങ് വഴറ്റിയേക്കാം. കഴുകിയെടുത്ത കൊടംപുളിയാണ്. വെള്ളത്തിലിടേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മുടെ നല്ല പുളി. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു. ഒരു ചെറിയൊരു എല്ലാവരും വെള്ളത്തിലൊക്കെ ഇടുന്നിട്ട് ഞാൻ വെള്ളത്തിലിടത്തില്ല. അത് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് ഇളക്കിയെടുത്താൽ നല്ല സൂപ്പറായിരിക്കും. ഇതൊന്ന് മൂക്കട്ടെ. പിന്നെ കരിവേപ്പില, നമ്മുടെ കരിവേപ്പില ഒടിച്ചുകൊണ്ട് വന്നത് എന്താ, കഴുകി വെച്ചിരുന്ന കരിവേപ്പില. ഇപ്പോൾ നമ്മുടെ കരിവേപ്പില അതേ ഒരു 2 തണ്ട് അങ്ങോട്ട് ഇട്ടു. സമയം 12:15. അതിൻ്റെതായുള്ള ധൃതിയിലാണ് അമ്മ മീൻകറി വെക്കുന്നത്. നിങ്ങൾ ഓർക്കും എന്നെ ഇത്ര വെപ്രാളമെന്ന്. ഉച്ചക്കത്തെ വീഡിയോയ്ക്കുള്ള കറി ശരിയായിട്ടില്ല, കറണ്ട് ഇല്ലാതെ അടുക്കള കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ വീടിൻ്റെ കാര്യം. കറണ്ട് പോയ പിന്നെ ഭയങ്കര ഇരുട്ടായി, ഇവിടെ ഒന്നും കാണത്തില്ല. പിന്നെ ഇവിടെ നിന്ന് എങ്ങനെ വല്ലതും വെക്കും? അത് കറണ്ട് വരുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് കറിയൊക്കെ വെക്കും. ഇല്ലെങ്കിൽ പിന്നെ അടുക്കളക്കാർ ഒരു പണി ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ അതായത് ഒരു ജനലിലെ ഒരു വെന്റിലേഷനോ അങ്ങനെ ഒന്നുമില്ല ഈ അടുക്കളയ്ക്ക്, ഇരുട്ടാക്കുള്ളൂ. അതുകൊണ്ടാണ് കറണ്ട് ഉള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് വെക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ വർക്കേരിയയ്ക്കകത്ത് അവിടെ ഒരു വർക്കേരിയ ഉണ്ട്, അവിടെ അപ്പോഴും മഴ പെയ്ത ചോരും. അതിനകത്ത് നമുക്കൊന്നും വെക്കാൻ പറ്റത്തില്ല. വെക്കാന്ന് പറഞ്ഞാൽ അത് വിറക് വേണം അതിനകത്ത് വെക്കാൻ. വിറകില്ല. ഇനി വിറകിന് ഇന്നും മുതൽ വിറകിന് നാളെ മുതൽ ഇറങ്ങണം. വിറകിന് എവിടെയെങ്കിലും ഇവിടെ തോട്ടമൊക്കെ ഉണ്ട്, ആ തോട്ടത്തിലൊക്കെ പോയി ചെന്നാണ് ഞാൻ വിറകൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അതൊക്കെ നമ്മൾ കാണിക്കാം. ഇത് പിന്നെ പയ്യെ ഞാൻ കുറേ എല്ലാവരും കാണിക്കാം എൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും. ഇപ്പം അത് റെഡിയായി. ഞാൻ അന്നേരം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിനകത്തോട്ട് മുളക് പൊടി ഇടത്തില്ല. ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് മുളക് പൊടി ഇട്ടാണ് ഞാൻ ഇത് എടുക്കാറുള്ളത്. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഇത്ര വെള്ളം ഇതിനകത്ത് ഒഴിക്കത്തുള്ളൂ. ഞാൻ അതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂണാണ് ഞങ്ങളുടെ കണ്ടോ, എത്രയാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്പൂണാണ്. ഇതാണ് എൻ്റെ സ്പൂണ്. അതാകുമ്പോൾ പേടിക്കണ്ടല്ലോ, തടിയാ. അതാകുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നോളൂ. ഒരു സ്പൂണും ഒരു ശകലം കൂടി ഇട്ടേക്കാം. മഞ്ഞപ്പൊടി അല്ലേ, കിടന്നോട്ടെ, ഇതിന് നല്ലതല്ലേ മഞ്ഞൾ. അതിട്ടു ഉണ്ടോ, മഞ്ഞപ്പൊടി ഇട്ട് വെച്ചേക്കുന്നുണ്ടോ. ഇനി മഞ്ഞളിട്ടില്ലെന്നാരും പരാതി പറയരുത്. മഞ്ഞളൊക്കെ ആവശ്യത്തിന് ഇടുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ എല്ലാം ചെറിയ സ്പൂണുകളാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ കൊച്ചു സ്പൂണിനകത്ത് അങ്ങ് ഇട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ എടുത്തു, അതിലോട്ട് ഇടണ്ട, അതൊന്നും വെച്ചില്ല.
പിന്നെ നിങ്ങളൊക്കെ ചിന്തിക്കും ഈ തള്ള ഇന്നലെ ഇട്ട നൈറ്റ് തന്നെയാണല്ലോ ഇന്നും ഇട്ടേക്കുന്നതെന്ന് ചിന്തിക്കും. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ മക്കൾ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതല്ലേ, നമുക്ക് ഒരുപാട് അങ്ങനെ വാരി വലിച്ച് മിനിറ്റിന് നൈറ്റ് മാറാൻ തുണിക്കടയൊന്നും അല്ല നമ്മള്, വെറും തൊഴിലുറപ്പുകാരിയാണ് ഞാൻ. കണ്ടോ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണിനാണ് ഒരു 3 സ്പൂണിനാണ് പറയാം അതിട്ടു. പിന്നെ സാധാ മുളക് പൊടി എരിവുള്ള മുളക് അതൊരു 1 സ്പൂൺ മതി. നല്ല എരിവുള്ള മുളക് പൊടി. അത് എന്നിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതെ, അന്നേരം അത് മതി. ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര എരിവ്, ഒരുപാട് എരിവ് വേണ്ട. മല്ലിപ്പൊടി ഞാൻ ചേർക്കാറില്ല മീനിന്, വളിച്ചു പോകും പെട്ടെന്ന്. അതൻ്റെ അല്ല, ഒരു ടേസ്റ്റ് വേണമെങ്കിൽ മല്ലിപ്പൊടി ഇല്ലാതെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ മീൻകറിയുടെ ചാറിനൊക്കെ നല്ല ടേസ്റ്റാണ് മല്ലിപ്പൊടി ഇടാറ്. മല്ലിപ്പൊടി ഇടും, അതായത് കൊച്ചു മീനിനൊക്കെ, മത്തിക്ക് ഒക്കെ ഞാൻ മല്ലിപ്പൊടി ചേർക്കും. അല്ലാതെ വലിയ മീനിനൊന്നും മല്ലിപ്പൊടി ചേർക്കില്ല. മലയാളിനൊന്നും മല്ലിപ്പൊടി ചേർക്കാൻ വെക്കുന്നതാണ് നല്ലത്. പുറത്ത് നല്ല മഴയാണ് വെക്കുന്നത് മറ്റുള്ളവരുടെ നമുക്ക് അറിയില്ല. നിങ്ങളൊക്കെ എങ്ങനെ വെക്കുന്നതൊക്കെ എന്നെ ഒന്ന് പറയണം. എൻ്റെ വെച്ചതിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നെ ഒന്ന് അറിയിക്കണം. ഇത് നമ്മളിതിനകത്ത് കിടന്ന് നല്ലവണ്ണം ഇതൊന്ന് മൂക്കണം. മൂത്തിട്ട് വെളിച്ചെണ്ണ മയം പൊങ്ങി വരുമ്പോൾ നമുക്കറിയാം ഇത് റെഡി ആയെന്നുള്ളത്. അന്നേരം അതിനകത്തോട്ട് നമുക്ക് ബാക്കി ശകലം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മീനും പെറുക്കിയിടാം. വേണ്ട എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇതൊന്ന് നല്ല മൂത്തു. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ശകലം വെള്ളം കൂടി ഒഴിക്കുവാണേ. ചൂടുവെള്ളമാണ്, അതുവേ തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇത് തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് മീൻ കഷ്ണവും കൂടെ ചേർക്കും. നല്ലവണ്ണം തിളച്ചു. ഇനി അതിനകത്തോട്ട് നമ്മൾ ഈ കഷ്ണം ഇടുക. എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇപ്പം പോകും. 2-3 പ്രാവശ്യം മിന്നിയേ. അത് കാരണം ഞാൻ പെട്ടെന്ന് പണിയൊക്കെ റെഡിയാക്കുവാണേ. കണ്ട നമ്മൾ കഷ്ണം ഇതിനകത്തോട്ട് പെറുക്കിയിരുന്നതാണ്. കഷ്ണം എല്ലാം പെറുക്കിയിട്ടു. ഉപ്പ് ആവശ്യമുള്ള ഉപ്പും ചേർത്തു. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് അല്ലേ. നല്ലവണ്ണം ചാറ് വേണ്ടവർക്ക് വെള്ളം ഇച്ചിരി കൂടെ നീട്ടി ഒഴിച്ചാൽ മതി. നമുക്കിവിടെ ചാറിനോട് വലിയ പിടുത്തം കുറവാണ്. ചാറിലൊക്കെ കുറച്ച് മതി. കൊഴുത്ത് ചാറായിരിക്കണമെന്ന് ഇവിടുത്തെ അച്ഛൻ്റെ മോൻ്റെയൊക്കെ നിർബന്ധം. മീൻകറി നല്ല കൊഴുകൊഴാന്നിരിക്കണം. അതുകൊണ്ട് അതിന് ഇവിടെ കിടന്നൊന്ന് തിളച്ച് വേകട്ടെ. ഉണ്ട് പച്ചക്കറിവേപ്പിലയും കൂടെ അവിടെ ഇട്ടേക്കാം. ലാസ്റ്റ് ഇത് വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മളിങ്ങനെ എടുക്കും. ആകെ ഒരു കണ്ട് ചെറിയ ഒരാളെ ഉള്ളായിരുന്നു. തേണ്ട കിടക്കാന്നാടാ അനിയത്തിയും കയറി വന്നു. കൊച്ചിനെ എടുത്തോണ്ട് നിൽക്കുക. ആ 2 കാര്യമുള്ളൂ. അവള് പറയും നമുക്ക് വരാല് കറി ഇഷ്ടമില്ലെന്ന്. പക്ഷെ നമ്മൾ അറിഞ്ഞ് ചെയ്യണം. അത് അവക്ക് വരാലെ ചുമ്മാ പറയുന്ന ഇഷ്ടമില്ലെന്നൊക്കെ ഇച്ചിരിയൊക്കെ കൂട്ടായിരിക്കാം, കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? അത് വന്ന പറയാണ് ചെറുക്കൻ അവിടെ കയ്യിൽ അങ്ങ് ചാടി. ഭയങ്കര മഴയും. അവൾ ആ മഴയും കൊണ്ടെങ്ങാണ്ട ഇങ്ങോട്ട് വന്നു. അവിടെ കിടന്ന മഴയും വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. അത് ഇവിടെ തന്നു. ആണോ ഞങ്ങള് വരാല് കറി കൂട്ടാൻ വേണ്ടി വന്നതാണ്. കണ്ടോ, നിങ്ങൾ ഇന്ന് വരാല് കറി അന്നോടെ കേശു, നിനക്ക് വേണോടാ വരാല് കൂട്ടാൻ? കിട്ടിയാ കൊള്ളായിരുന്നു. അവൻ കഴിച്ചു. കണ്ടോ, അതാണ് ഞങ്ങളുടെ ഒരു കാര്യം. നല്ല ആവി പറക്കുന്ന വരാൽ കറി. കണ്ടോ, അയ്യവാ, കണ്ടാ തന്നെ അല്ലേ ഗൈസ്? കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കണ്ടോ, ഇതൊക്കെ സൂപ്പർ കറിയാണ്. നമ്മൾ പെട്ടെന്ന് ജീവനുള്ള വരാലിനെ കൊണ്ടുവന്നു. അതിനെ ഞാൻ തല്ലിക്കൊന്ന് കറി വെച്ചു. എൻ്റെ ചെറുക്കനെ ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഈ വരാൽ ഇന്ന് വെച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം അറിയാമല്ലോ. ഞാൻ കൂട്ടത്തില്ലെന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. വാവിൻ്റെ അന്ന് വരെ അച്ഛനും മോനും മീൻ കൂട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. ഇനി അതൊരു ഇതായിട്ട് കമൻ്റായിട്ട് ആരും എടുത്തിടണ്ട. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വായിക്കാനൊക്കെ പോകുന്നത് ഞാൻ മീൻ കൂട്ടിട്ടില്ല. പക്ഷെ അവർക്ക് മീൻ കൂട്ടായിരിക്കും. അവരൊക്കെ പിള്ളേരല്ലേ, അവർക്ക് മീൻ കൂട്ടണം. അതിന് ഞാൻ ഇതിപ്പോൾ ഇന്ന് കറി വെച്ചതല്ല. ഇന്ന് അവൻ വെള്ളത്തിൽ എന്നെ മുക്കൂന്നാണ് പറഞ്ഞത്, മീൻ കറി വെച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഇതിന്ന് വെച്ചേക്കുന്നത്. ഇതിനിപ്പോൾ അതേ തിളച്ച് റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ട് വാങ്ങാനായിട്ട് ഒരു ശകലം പച്ച വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് വെച്ചെങ്കിലും വാങ്ങാം. അഥവാ ഇച്ചിരി എരി കൂടുതലോ ഇച്ചിരി എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതൊന്ന് മാറും. അതുകൂടെ ഒഴിച്ച് നമുക്ക് താപ്പിടിക്കാം. നമ്മൾ പച്ച വെളിച്ചെണ്ണ എല്ലാവർക്കും ഇപ്പം തേങ്ങായും വെളിച്ചെണ്ണയൊക്കെ എടുക്കാൻ പേടിയാണ്. എന്നാലും ഒരു ശകലം ചേർത്തില്ലെങ്കിൽ ഒരു രുചി കിട്ടത്തില്ലല്ലോ. ഒരു 10 മിനിറ്റ് വെളിച്ചെണ്ണയുടെ കുപ്പി ഇവിടെ കണ്ടില്ലേ? എന്റെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കാണുന്നില്ലേ? വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കണം രൂപ 300.
വല്ല സ്വർണ്ണമൊക്കെ കാണാതെ പോയെന്ന് പറഞ്ഞ പോലെ അമ്മയുടെ വെളിച്ചെണ്ണയുടെ പാടം. വെളിച്ചെണ്ണയും ചെലവാക്കുമ്പോ ദേവുവിനെ കൊണ്ട് ഞാൻ തേങ്ങയും വെളിച്ചെണ്ണയും തൊടിയിക്കത്തില്ല. അവള് കമത്തും, അവൾക്ക് നോട്ടമൊന്നുമില്ല, അങ്ങ് ഒഴിക്കുവാ. അതിലും പേര് ഞാൻ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. വേണ്ടേ കണ്ടോ, നല്ല ആവി പറക്കുന്ന വരാല് കറി. എല്ലാരും വരാകി ഉള്ള വരാല് കറി കൂട്ടി നല്ല ചോറുണ്ണ. ഗൈസ്, എങ്ങനെ നമ്മുടെ വരാല് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം വരാല് കിട്ടുമെങ്കിൽ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ.